പഴയന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന SPC ഫോറസ്ട്രി ദിന ക്യാമ്പിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സജിത മുരളി നിർവഹിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക KN ജയന്തി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സത്യൻ KR അധ്യക്ഷത വഹിച്ചു. സബ് ഇൻസ്പെക്ടർ ലിപ്സൺ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ദേവിക രാജേന്ദ്രൻ, ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ R ജയകുമാർ, എക്സൈസ് ASI ഷാജു, PTA പ്രസിഡന്റ് നൌഷാദ്, SPC PTA പ്രദീപ് കുമാർ, CPO നിഷമോൾ എന്നിവർ ആശംസകൾ നേർന്നു. വിനയമേഘനെ സഹനമേഘനെ വിശ്വദാസനായി തീർക്കണേ. അർച്ചനം ഗുരുവൃന്ദത്തെ നിത്യം പൂജിക്കാൻ കഴിയണേ. സ്കീമാണ് അതിന്റെ സംയുക്തമായിട്ടുള്ള ദിന ക്യാമ്പിന്റെ ഉദ്ഘാടന സെഷനാണ് നമ്മളിപ്പോൾ നടക്കാൻ പോകുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ ഭാവി വളർത്തിയെടുക്കുന്നതിന് വേണ്ടി, നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയൊക്കെ തന്നെ നാളത്തെ തലമുറകളാണ് നിങ്ങളെല്ലാവരും. ഇപ്പൊ നമ്മുടെ രാജ്യത്തെ വളരെ ബുദ്ധിമുട്ടി അല്ലെങ്കിൽ പ്രയാസപ്പെട്ട നമുക്കറിയാം. നമ്മുടെ പോലീസും പട്ടാളവും ഒക്കെ തന്നെ നമ്മുടെ അതിർത്തികളിൽ മഞ്ഞത്തും വെയിലത്തും വലിയ ത്യാഗങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് നമ്മളെ സംരക്ഷിക്കുന്നത്. നമ്മൾ ഇന്നിവിടെ സുഖമായി ജീവിക്കുന്നത്, പേടിക്കൂടാതെ ജീവിക്കുന്നത് പോലീസിന്റെയും നമ്മളെ കാത്തുകൊണ്ടിരിക്കുന്ന പട്ടാളക്കാരുടെയും ഒക്കെ ഇടപെടലിന്റെ ഭാഗമായി തന്നെയാണ് നമ്മളിന്ന് സുരക്ഷിതരായി നമ്മളിവിടെ താമസിക്കുന്നത്. നമ്മുടെ ഇവിടെ സൂചിപ്പിക്കുകയും മറ്റ് മയക്കുമരുന്നിന്റെയും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പഴയന്നൂർ പ്രദേശത്തൊക്കെ തന്നെ ഒട്ടനവധി കുട്ടികൾ മയക്കുമരുന്നിനും ഇതിന്റെ ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്ന സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുട്ടികൾ 8ാം ക്ലാസ് മുതൽ തന്നെ അല്ലെങ്കിൽ അത് വളരെ ചെറുപ്പത്തിൽ തന്നെ അതിനടിമപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും വഴി നമ്മൾ അതിനടിമപ്പെട്ടു പോവുകയാണ്. അതിനെക്കുറിച്ചെല്ലാം തന്നെ എക്സൈസും പോലീസും തന്നെ സൂചിപ്പിക്കുമെന്നതുകൊണ്ട് ഞാൻ ആ ഒരു വിഷയത്തിലേക്ക് കിടക്കുന്നില്ല. നമ്മുടെ യൂണിറ്റുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കിയ ഈ ക്യാമ്പിന്റെ ഭാഗമാകാൻ എന്നെ ക്ഷണിച്ചതിന് വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളോടൊപ്പം പങ്കുചേരാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണത്തിലും അച്ചടക്കത്തിലും നമ്മൾ പാലിക്കേണ്ടതെല്ലാം ഈ ഒരു SPC ക്യാമ്പിൽ നിങ്ങൾക്ക് വ്യക്തമായൊരു കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. അത് കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു വികസനത്തിൻ്റെ ഒരു ഭാഗമാണ്. നിങ്ങളെല്ലാവരും അതിൽ പങ്കെടുത്ത് നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ആത്മധൈര്യം എല്ലാം നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ നിയമത്തോടുള്ള നമ്മുടെ പ്രതിബദ്ധത ഇതെല്ലാം കുട്ടികളിൽ വളർത്തിയെടുക്കുന്നതിന് SPC പോലുള്ള ക്യാമ്പ് വളരെയധികം പങ്കുവഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ 3 ദിവസത്തെ ക്യാമ്പിൽ നിങ്ങൾക്ക് കിട്ടുന്ന വളരെയധികം അറിവുകൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഇതിൻ്റെ ഭാഗമായി സമൂഹത്തോടും നമുക്ക് പ്രതിബദ്ധത നിലനിർത്തുക. പ്രത്യേകം പറഞ്ഞ പോലെ ലഹരിക്ക് അടിമപ്പെടാണ്ട് നമ്മൾ കുട്ടികളെ വളർത്തിയെടുക്കുക. അപ്പോൾ അതെല്ലാം ഈ 3 ദിന ക്യാമ്പ് കൊണ്ട് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. ഇതിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഈ ക്യാമ്പ് ഞാൻ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുകയാണ്. SPCനെ പറ്റി പറയുകയാണെങ്കിൽ 2008 വിജയൻ IPS സാർ ഒരു 2008 ഒരു 3 സ്കൂളിലായി തുടങ്ങിയ SPC എന്ന് പറയുന്നത്. അത് തുടങ്ങാൻ കാരണം എന്ന് പറയുന്നത് പുതുതലമുറ മദ്യത്തിനും അതേപോലെ ലഹരിക്കടിമയായി പോകുന്നൊരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് എങ്ങനെ നമ്മുടെ പുതുതലമുറയെ വീണ്ടെടുക്കാൻ കഴിയും? നമുക്കറിയാം, അതായത് ഒരു രാജ്യത്തിൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത് ഒരു ആരോഗ്യമുള്ള